ഇത്രയും പുറത്തേക്ക് വന്നു. അപ്പോൾ 2 ഇഞ്ച് വന്നല്ലേ? അപ്പോൾ ഇതാ റോപ്പ് ടൈറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതാണ് ആങ്കർ ബ്ലോക്ക് വരുന്നത്. ഇതിൻ്റെ ഒരു ലോക്കിൻ്റെ ഒരു സിസ്റ്റമാണ്. ഇപ്പോൾ ഇട്ടതാണ് ഈ സാധനം. ഇതുവരെ ഉള്ളത് ഓൾറെഡി ഈ കോൺക്രീറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഉള്ളതാണ്. പിന്നെ ഈ വരുന്നതാണ് വെഡ്ജസ്. ഇതിലാണ് ഈ ലോക്കായിട്ട് ഈ കേബിൾ നിൽക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ വെറൈറ്റി എന്താ വെച്ചാലേ പില്ലർ ഇല്ല എന്നുള്ളതാണ്. പില്ലർ ഇല്ലാതാണ് ഒരു ഇത്രയും വലിയൊരു സ്ലാബ് വാർക്കാൻ പോകുന്നത്. ആ ബീം ഇത് അത്രയും വീതിയുള്ള ബീമാട്ടോ. നിങ്ങളതിൽ വർക്കില്ലേ? ഇവിടെ സെറ്റപ്പ് ഉള്ളല്ലേ? സാധാരണ ചെയ്യാതിന് ഇവരാ അതിൻ്റെ ആൾക്കാർ. നമസ്കാരം, എന്താ പേരെന്താ? എൻ്റെ പേര് ആകാശ്. ആകാശ്. ഇതിപ്പോ PT ബീമാണ്. ബീമായിട്ട് ചെയ്യാണ്. നോർമൽ ഉള്ള ബീമിനെ നമ്മൾ കുറച്ചുകൂടി ഹെവി ആക്കുകയാണ്. ഹെവി ആക്കി ചെയ്യാൻ പില്ലർ നടുക്കില്ല, എത്രയും നീളത്തിലല്ലേ? അതെ. അപ്പോൾ ഇതിൽ വരുന്ന കമ്പിയും സാധനവും കുറച്ചുകൂടി കുറച്ചിട്ട് ചെയ്യുന്ന രീതിയിൽ. ഓക്കെ. അപ്പോൾ ഇതാ ഒരു പില്ലർ അവിടെ വരുന്നുണ്ടെങ്കിൽ അടുത്ത പില്ലർ ഈ ഒരു രണ്ടറ്റത്ത് മാത്രമേ 2 പില്ലർ വരുന്നുള്ളൂ. അപ്പോൾ ഇത് ഈ പോർച്ചിനൊക്കെ ചെയ്യാൻ പറ്റില്ല, അല്ലെ വീടിനൊക്കെ ചെയ്യാൻ പറ്റില്ല? വീടിന് കുറച്ച് പോർച്ച് നീണ്ട് നിൽക്കുന്ന പോർച്ചാണെങ്കിൽ ഇതെന്താ സംഭവം? കയറിട്ട് വലിക്കേ? ഇത് ഇതിന്റെ ഉള്ളിൽ കൂടെ റോപ്പ് പോണതാണ്. കേബിൾ പോലത്തെ. അതിന് സ്ട്രാൻഡ് ആണ് പറയാ. എന്താണ് പറയാ? സ്ട്രാൻഡ്. അപ്പോൾ റോപ്പിട്ട് വലിച്ചാൽ നമ്മൾ കോൺക്രീറ്റ് കഴിഞ്ഞ ശേഷം ഒരു 1 വീക്ക് കഴിഞ്ഞിട്ട് ടൈറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ. റോപ്പ് ഇടുക ഒരു 2 ദിവസത്തിന്റെ ഉള്ളിൽ ഒരു ബീമും കൂടി കെട്ടി കഴിഞ്ഞിട്ട് കമ്പി കെട്ടിയതിന് ശേഷമാണ് റോപ്പ് ഇടുക. കമ്പി കെട്ടുമ്പോൾ സാധാരണ കെട്ടണ പോലെയല്ല, കുറച്ച് കമ്പി കുറച്ചാൽ മതി എന്ന് പറഞ്ഞേ. കമ്പിയെല്ലാം നമ്മൾ പൊതുവേ ഈ ഒരു ബീം PT അല്ലാതെ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ഹെവി ആവും. ഹെവി ആയിട്ട് ചെയ്യണം. അത് PT ആവുമ്പോൾ കുറച്ചുകൂടി അവർക്ക് ലൈറ്റ് ആയിട്ട്, പക്ഷേ ബീമിനെ നമുക്ക് നല്ല ഹെവി ആയിട്ട് മാറ്റാൻ പറ്റും. ബീമിനെ ഹെവി ആയിട്ട് മാറ്റാൻ പറ്റും. ഉള്ളിലൂടെ റോപ്പിട്ട് 2 ഭാഗത്തേക്ക് വലിച്ചു കെട്ടും. നിങ്ങൾ ഇതിന്റെ സംഭവം ഇതിന്റെ ഞങ്ങൾ PT സ്ട്രക്ചർ എന്നാണ് ഞങ്ങളുടെ കമ്പനിയുടെ പേര്. PT സ്ട്രക്ചർ എവിടെയാണ്? ഞങ്ങളുടെ ഹൈലൈറ്റ് ബിസിനസ് പാർക്കിൽ. ഹൈലൈറ്റ് കോഴിക്കോട്. നമ്മളെ മധുവാട്ടനും ടീമൊക്കെയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഡബിൾ ആയിട്ടുള്ള റിംഗ് ആണ് വരുന്നത്. ഉള്ളിലിതാ ഈ ഒരു രീതിയിലുള്ള റിംഗ് വരുന്നുണ്ട്. അത് പുറത്ത് വേറെ രണ്ട് റിംഗ്, ഒരു സ്ഥലത്ത് തന്നെ 2 റിംഗ് വരുന്നുണ്ട് അല്ലേ? ഇത്രയും രീതിയിലുള്ള നല്ല ഹെവി ബീമാണ്, നല്ല കമ്പിയൊക്കെ വെച്ചിട്ട്. അപ്പോൾ ഇതാണ് വലിച്ചു കെട്ടാനുള്ള സംഭവം. ഇതിവിടെ പുറത്തേക്ക് നീട്ടിയിടും. ഇതിലെ റോപ്പ് കയറ്റിയിട്ട് ഇത് ലാസ്റ്റ് പണി വന്നു കഴിഞ്ഞാൽ ഇത് ടൈറ്റ് ആക്കുന്ന ഒരു പരിപാടി. ഞാൻ അബ്ദുസലാം, തേഞ്ഞിപ്പലത്താണ്, നീരുൾപ്പാലം എന്ന് പറഞ്ഞ സ്ഥലത്താണ് എൻ്റെ ദേശം. ഞാൻ CMH ഡെവലപ്പേഴ്സ് എന്ന് പറഞ്ഞ് കോഴിക്കോട് ഹൈലൈറ്റ് മാളിൽ ഉള്ളൊരു ഡെവലപ്പേഴ്സ് ഉണ്ട്. അപ്പോൾ അവരുടെ ഒരു പ്രൊജക്റ്റ് മാനേജറാണ്. അപ്പോൾ നമ്മളുടെ ഒരു സൈറ്റിലാണ് ഇവിടെ PT സെക്ഷൻ ഇവിടെ ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. മൂപ്പര് പരിചയപ്പെടുത്തിയിരുന്നത് നമ്മളെ പാണമ്പ്രമുള്ളൊരു സൈറ്റിലാണ്. ശരിക്കും ആദ്യമായിട്ട് ഞാനോ ഒന്നും ചെയ്യണമല്ലൊന്നല്ല, ഇത് നേരത്തെ ഉണ്ട്. നമ്മളെന്താ വെച്ചാൽ ഈ ഇലക്ട്രിക് പോസ്റ്റുകൾ, നമ്മുടെ നാട്ടിലെ ഇലക്ട്രിക് പോസ്റ്റിലൊക്കെ ഇത് PT ആണ് ചെയ്യുന്നത്. പാലങ്ങൾക്കും മറ്റുമൊക്കെ നേരത്തെ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മളെ പ്രാദേശിക ലെവലിലുള്ള കൺസ്ട്രക്ഷനുകളിൽ ഇതിപ്പോൾ ഇങ്ങനെ വന്ന് തുടങ്ങുന്നുള്ളൂ. അത് പ്രധാനമായിട്ടും നമ്മളെ സൗകര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ആണിപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു 3 മീറ്ററിലൊക്കെ ഒരു ബിൽഡിംഗ് ആണെങ്കിൽ 3 അല്ലെങ്കിൽ 4 മീറ്ററിലൊക്കെ നമ്മൾ പില്ലർ കൊടുക്കും. കാരണം എന്താ വെച്ചാൽ ബീമിനെ ഇതിനു വേണ്ടിയിട്ട്. അപ്പോൾ ഈ പില്ലറുകൾ പലപ്പോഴും നമ്മളെ പാർക്കിങ്, അതുപോലെ തന്നെ കൊമേഴ്സ്യൽ പർപ്പസുകൾക്ക് ഉണ്ടാക്കുന്ന മാളുകൾക്ക്, സ്കൂളുകൾക്ക്, അതുപോലുള്ള ഓഡിറ്റോറിയങ്ങൾക്കൊക്കെ ഇത് ശരിക്കും ബീം ഒരു തടസ്സമായി വരാറുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ പില്ലർ ഒഴിവാക്കി പില്ലറും ബീമും ഹെവി ബീമുകളും ഒഴിവാക്കി ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഈ PT സെക്ഷൻ എന്ന് പറഞ്ഞാൽ. PT എന്ന് പറഞ്ഞാൽ പോസ്റ്റ് ടെൻഷനിങ് എന്നാണ് ഇത് പറയാ. കോൺക്രീറ്റ് കഴിഞ്ഞിട്ട് 7 ദിവസത്തിന് ശേഷമാണ് ഇത് ടെൻഷൻ ചെയ്യാറുള്ളത്, വലിച്ച് ചെയ്യാറുള്ളത്. ഓക്കെ. പ്രീ ടെൻഷനിങ് ഉണ്ട് കേട്ടോ. നേരത്തെ നമ്മൾ ഈ ഇലക്ട്രിക് പോസ്റ്റ് കമ്പി കെട്ടിട്ട് ആ സമയത്ത് തന്നെ ഈ ഇലക്ട്രിക് പോസ്റ്റ് തുടങ്ങിയ സംഗതികളൊക്കെ പ്രീ ടെൻഷനിങ് ആണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിന് അത്ര സ്ട്രെങ്ത് വരുന്നത്. അതെ. അപ്പോൾ ഈ പോസ്റ്റ് ടെൻഷനിങ് നമ്മൾ ചെയ്യുമ്പോൾ എങ്ങനെയാ വെച്ചാൽ കോൺക്രീറ്റ് ചെയ്യുന്നതിന്റെ മുമ്പായിട്ട് ഇതിന്റെ റോപ്പ് കാര്യങ്ങളൊക്കെ സ്ലാബിൽ ഇട്ട് വെക്കും. പിന്നെ കോൺക്രീറ്റ് കഴിഞ്ഞതിന് ശേഷം 7 ദിവസത്തിന് ശേഷം ഇത് ക്യൂബ് ടെസ്റ്റ് ചെയ്യും. നമ്മൾ എന്താ വെച്ചാൽ ഈ കോൺക്രീറ്റിന്റെ സ്ട്രെങ്തനിങ് നോക്കും. ഈ സ്ട്രെങ്തനിങ് ഓക്കെ ആയി കഴിഞ്ഞാൽ സാധാ കോൺക്രീറ്റ് ആണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ കോൺക്രീറ്റിന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? സാധാരണ നമ്മൾ വീടുകൾക്കൊക്കെ M20 എന്ന് പറഞ്ഞൊരു ഗ്രേഡാണ് ചെയ്യാറുള്ളത്. ഇതിന് M35 ചെയ്യും. പക്ഷേ ഈ M35 എന്ന് പറഞ്ഞാൽ വലിയ ചേഞ്ചസ് ഒന്നുമില്ല. ഒരു M³ കോൺക്രീറ്റിൽ ഒരു 1000 രൂപന്റെ വ്യത്യാസമേ വരുന്നുള്ളൂ. അപ്പോൾ ഇതെന്താ വെച്ചാൽ ഇതിന്റെ ഈ M35 ഗ്രേഡിൽ വലിച്ചാൽ ഇത് നല്ല സ്ട്രെങ്തനിങ് വേണ്ടാണ് ഇതിന്. അപ്പോൾ ഇത് പൊടിഞ്ഞു പോവാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ M35 ചെയ്യുന്നത്. 7 ദിവസത്തിന് ശേഷം ഇതിന്റെ ഒരു ക്യൂബ് ടെസ്റ്റ് ചെയ്യും. കോൺക്രീറ്റ് ഒരു ക്യൂബ് ടെസ്റ്റ് ചെയ്യും. അങ്ങനെ ആ ക്യൂബ് ടെസ്റ്റ് റിപ്പോർട്ട് ക്ലിയർ ആണെങ്കിൽ, അത് സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ 7 ദിവസത്തിന് ശേഷം ഇത് വലിക്കുക. അത് 100% ഉറപ്പായി കഴിഞ്ഞതിന് ശേഷം, ഒരു 75% ഉറപ്പായി കഴിഞ്ഞതിന് ശേഷം തന്നെ നമുക്കിത് ടെൻഷന് വലിക്കാൻ പറ്റും. അപ്പോൾ 1 മീറ്ററിന് ഇതൊരു 6 mm എന്നുള്ള തോതിലാണ് ഇത് വലി വരിക. അപ്പോൾ 10 മീറ്ററൊക്കെ ആകുമ്പോൾ നമ്മൾ എന്താ വെച്ചാൽ 60 mm, അതായത് 2.5 ഇഞ്ചോളം
അത്രേ വലിയുള്ളൂ അല്ലേ? വലിയുള്ളൂ. പക്ഷെ അതിൽ തന്നെ നമുക്ക് എന്താ വെച്ചാൽ സ്ട്രെങ്തനിങ് ആവും. പ്രധാനമായിട്ടും ഇതിൻ്റെ ഒരു വലിയ സംഭവം എന്താ വെച്ചാൽ ഹെവി ബീമുകൾ ആവശ്യമില്ല, നടുവിൽ പില്ലറുകൾ ആവശ്യമില്ല. അതുപോലെ എല്ലാവർക്കും ഇതിലുള്ള സംശയം എന്താ വെച്ചാൽ ഈ സ്ലാബിൻ്റെ മുകളിൽ നമ്മൾ പടുക്കാറില്ലല്ലോ സാധാരണ. പക്ഷേ ഈ പി ടി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പി ടി സെക്ഷനിൽ നമ്മൾ സ്ലാബ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് ഭാഗത്ത് ബീമിന് മാത്രമല്ല സ്ലാബിനും പി ടി ഇടാണ്. അതെ, പി ടി ഇട്ട് ചെയ്യുന്ന സ്ലാബുകൾക്ക് നമ്മൾ ചുറ്റുഭാഗം അല്ലെങ്കിൽ പില്ലർ രണ്ട് എൻഡിൽ മാത്രം പില്ലർ മതി, ബീമും വേണ്ട, ബീമും ആവശ്യമില്ല. എന്നിട്ട് സ്ലാബ് ഇത് ടൈറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ മുകളിൽ പടുത്തിട്ട് നിങ്ങൾ ചെങ്കല്ലൊക്കെ വെച്ചിട്ട് പടുത്തിട്ട് തന്നെ ചെയ്യാവുന്നതാണ്. അത് സാധാരണ നമ്മൾ പടുക്കുമ്പോൾ നേരത്തെ പടവിനൊരു ഏരിയ കാണണം. പക്ഷെ പി ടി സ്ലാബാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളടത്ത് പടുക്കാം ആ സ്ലാബിൻ്റെ മുകളിൽ. അങ്ങനെയുള്ള ബെനിഫിറ്റ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമുക്ക് പറയുമ്പോൾ ഇവിടെ സ്ലാബിന് നമ്മൾ പി ടി ചെയ്തിട്ടില്ലല്ലോ അല്ലേ? ബീമിന് മാത്രമല്ല ചെയ്തിട്ടുള്ളൂ. ഇവിടെ ബീമിനെ ചെയ്തിട്ടുള്ളൂ. കാരണം ഇത് പ്രെയർ ഹോളാണല്ലോ, നിസ്കാരത്തിൻ്റെ പ്രെയർ ഹോളാണ്. അപ്പോൾ ശരിക്കും എന്താ വെച്ചാൽ ഇതിന് സ്ലാബ് പടവ് അതിൽ വരുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ്. അതായത് ഇപ്പോൾ 2 ബീമിനാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ആ 2 ബീമിനും റോപ്പ് ഇതുപോലെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇപ്പുറത്ത് അതേപോലെ ആ സൈഡ് 2 സൈഡിൽ നിന്നും വലിക്കും അല്ലേ? അതിനുള്ള സെറ്റപ്പ് ഒക്കെ ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മോട്ടോർ കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഇത് ശരിക്കും വലിക്കുന്നത് പ്രഷർ ഗ്രൗട്ട് ചെയ്യണത്. അത് വലിച്ചതിന് ശേഷം ഇതിലേക്ക് നമ്മൾ എന്ത് ചോദിച്ചാൽ ഈ ആ പൈപ്പിന്റെ ഉള്ളിലേക്ക് ഹെയറിലൂടെ പ്രഷർ പമ്പ് ചെയ്ത് ആ ചെറിയ പൈപ്പ് ഇട്ട് വെച്ചിട്ടുണ്ട് ഉള്ളോട്ടില്ലേ? അതായത് ഈ റോപ്പ് ഒരു കവറിങ്ങിന്റെ ഉള്ളിലൂടെയുള്ള റോപ്പ് വന്നത് ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രൗട്ട് അടിച്ച് ടൈറ്റ് ആക്കും അല്ലേ? അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുള്ള സ്ലാബാണ് ഇത്. ഇതിപ്പോൾ പുറത്തൊക്കെ അത്യാവശ്യം വലിയ സാധാരണ നമ്മൾ കൊടുക്കുന്ന പോലെ തന്നെ ഹെവി ബീം ചുറ്റുഭാഗം കൊടുത്തിട്ടുണ്ട്. ഉള്ളിൽ ബീം ചെറിയ ബീം കൊടുത്തിട്ടുള്ളൂ അല്ലേ? ഔട്ട് സൈഡിൽ മാത്രമേ ബീം ആവശ്യമുള്ളൂ, ബീമും പില്ലറും ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മളിതിൻ്റെ ടൈറ്റിങ് ഇവിടെ നടക്കുന്നതൊക്കെയാണ്. ഇതാണ് ടൈറ്റ് ചെയ്യുന്ന മെഷീൻ കേട്ടോ. അപ്പോൾ ഒരു റോപ്പിൻ്റെ ഉള്ളിലേക്ക് ഈ ഒരു മെഷീൻ കയറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതാ റോപ്പ് ടൈറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ടൈറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൽ നമുക്ക് 420 ആണ് ലോഡ് വേണ്ടത്. 420 വരെയാണ് നമ്മൾ ലോഡ് കൊടുക്കുക. 420 ഇതാണ് ഇതിന്റെ ലോഡ് അല്ലേ? ഉറപ്പാക്കണം. ഓക്കെ. അപ്പോൾ ഇനിയിപ്പോൾ റിലീസ് ചെയ്യുന്ന സമയത്ത് ഇതാ ഇത് ലൂസായിട്ട് വരും. ഓക്കെ. അപ്പോൾ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു മാർക്കിന് കണക്കായിട്ടാണ് ഇത്രയും ഇത് ടൈറ്റായി വന്നിട്ടുണ്ട്. ഏകദേശം 5 സെൻറ്റിമീറ്റർ സൈഡ് തന്നെ. ഓക്കെ. അപ്പോൾ ഇനി അടുത്തത് ടൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് കയറ്റിയിട്ടുണ്ട്. റെഡി. അപ്പോൾ അവിടെ ലോഡ് കൊടുത്തിട്ടുണ്ട്. ആ ലോഡ് കൊടുക്കുന്നതനുസരിച്ച് റോപ്പ് വലിയുന്നതാണ് ഈ കാണുന്നത്. റെഡി. ഇതാണ് ആങ്കർ ബ്ലോക്ക് വരുന്നത്. ഇതിൻ്റെ ഒരു ലോക്കിൻ്റെ ഒരു സിസ്റ്റമാണ്. ഇപ്പം ഇട്ടതാണ് ഈ സാധനം. ഇതുവരെ ഉള്ളത് ഓൾറെഡി ഈ കോൺക്രീറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഉള്ളതാണ്. പിന്നെ ഈ വരുന്നതാണ് വെഡ്ജസ്. ഇതിലാണ് ഈ ലോക്കായിട്ട് ഈ കേബിൾ നിൽക്കുന്നത്. ടൈറ്റ് ആയാൽ പിന്നെ ഇത് ലൂസ് ആവില്ല. അതിൽ ലോക്കായിട്ട് നിൽക്കുകയാണ് ചെയ്യുക. ആണ് ഇതിൻ്റെ ഫംഗ്ഷൻ. മാർക്ക് ചെയ്തിട്ടുണ്ട്. മാർക്ക് ചെയ്തത് ഇവിടെ എത്ര കേബിൾ ടൈറ്റ് ആയിട്ടുണ്ടെന്ന് നമുക്ക് കറക്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി. അതേപോലെ തന്നെ അപ്പുറത്തെ 2 സ്ഥലത്തും കൂടി ടൈറ്റ് ആക്കിയതിന് ശേഷം ഈ ഒരു ഗ്യാപ്പിലേക്ക് ഇത് ഇവിടെ പൈപ്പ് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതിലൂടെ നമ്മൾ ഗ്രൗട്ട് ഇറക്കിയിട്ട് ഗ്രൗട്ട് അടിച്ച് കയറ്റുകയാണ് ചെയ്യുന്നത്. ആ ചെറിയ ഗ്യാപ്പ് റോപ്പ് വരുന്ന ഗ്യാപ്പിലേക്കൊക്കെ ഗ്രൗട്ട് ഫില്ലായിട്ട് സ്ട്രോങ്. ഗ്രൗട്ടിൻ്റെ കൂടെ കുറച്ച് കെമിക്കലും കൂടി ഉണ്ടാവും അല്ലേ? കെമിക്കലും കൂടി ഉണ്ടായിരിക്കും. ആ കെമിക്കലും ഗ്രൗട്ടും കൂടി ഈ ഒരു പൈപ്പിലൂടെ ഉള്ളിൽ ഫുള്ളായിട്ട് ഫില്ലാക്കുന്ന ഒരു പരിപാടി. അങ്ങനെയാണ് ഇത് ടൈറ്റ് ആക്കുന്നത്. അങ്ങനെയാണ് പി ടി സ്ലാബ് ടൈറ്റ് ആക്കുന്നതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്.